കരിയർ ക്ലിനിക്കിലെ കൊണ്ടോട്ടിയിൽ വെച്ച് എനിക്ക് കുറച്ച് +2 കുട്ടികളെ കിട്ടി. HIO HSS ഒളവട്ടൂർ അല്ലേ, അവിടെയുള്ള +2ലുള്ള കുട്ടികളാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് 18 ഐറ്റത്തോളം മോഡിഫിക്കേഷനുകൾ നടത്താമെന്ന ഒരു പഠനം ഇത് സംബന്ധിച്ച് MVD നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം എന്താണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് എന്താണ് ഈ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മോഡിഫിക്കേഷനോടൊക്കെ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ആ വാർത്തയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആദ്യം മോഡിഫിക്കേഷനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പം അത് നടപ്പിലാക്കൂല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ ഭാവി കാര്യങ്ങളും ഇതുപോലെ എല്ലാം നടപ്പിലാക്കുമെന്ന് വിചാരിക്കുന്നു. KSRTC ഒക്കെ അങ്ങനെ വിചാരിക്കുന്നു. KSRTCയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാത്രയൊക്കെ വരികയാണ്. അതിനോടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓഗസ്റ്റ് 15-നാക്കി. ഓക്കെ. മലപ്പുറത്ത് ബസ്സില്ലാന്ന് കേട്ടിനെ. KSRTC മലപ്പുറത്താർക്ക് ഇല്ലാന്ന് പറഞ്ഞു കേട്ട്. അപ്പോൾ വേണമെന്നാണോ നിങ്ങൾക്ക് ആഗ്രഹം? മലപ്പുറത്ത് വേണം. അപ്പോൾ ഈ മോഡിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതലും ബോയ്സ് ഒക്കെയാണ് നല്ല മോഡിഫിക്കേഷൻ കാറും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ബൈക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. പെൺകുട്ടികൾ അത്തരം വാഹനങ്ങൾക്ക് നിങ്ങൾക്കതിൽ എന്താണ് ഉണ്ടാവുക? ഒരു മോഡിഫിക്കേഷൻ നടത്തിയ വാഹനം എന്താണ് പെൺകുട്ടികൾക്ക് എന്താണ് അതുകൊണ്ട് ഉപകാരം? അത്തരം വാഹനങ്ങളൊക്കെ കാണുമ്പോൾ ക്രൈസാണ്. അപ്പം അതൊക്കെ ഇവിടെ വേണം, അത് നേരത്തെ വേണ്ടതായിരുന്നു. അതുപോലെയാണ് നമ്മുടെ പോലീസ് ലഹരിക്കെതിരെ ഭയങ്കര, ലഹരി നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിനെതിരെ ഭയങ്കര ശക്തമായ ഒരു മൂവ്മെൻറ്റ് നടത്തുകയാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? ഓപ്പറേഷൻ തൂഫാൻ അടിപൊളിയാണ്. എന്തായാലും വരുന്നത് നല്ലതായിരിക്കും. അത് വന്നാൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ലഹരി ഉപയോഗം കുറഞ്ഞാൽ തന്നെ അത്യാവശ്യം മാറ്റമായല്ലോ.